കറക്റ്റ്. നിനക്ക് കാര്യം അറിയാൻ പ്രിയങ്കേ. ദേ ഇവക്ക ഇതൊന്നും അറിഞ്ഞൂടാത്തത്. മൊത്തത്തിൽ നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്ന് നിക്കുന്നവള്. കല്യാണി, പ്രിയങ്ക നിനക്കെല്ലാം നന്നായി പഠിപ്പിച്ചു തന്നതല്ലേ? പിന്നെന്താ നിനക്കത് പഠിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ പോയത്? അതിന്റെ അർത്ഥം നിന്റെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു എന്നാണ്. അതെ, ഒരു ചെറിയ പ്രസംഗം പോലും കാണാതെ പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. നോക്ക്, ഈ 20 കോടി നഷ്ടമൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. പക്ഷേ നീ കാരണം കമ്പനിക്ക് പേരുദോഷം ഉണ്ടായിരിക്കുന്നു. നമ്മളിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ വിശ്വാസം പോയി. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരു കമ്പനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? All this happened only because of you. അതുകൊണ്ട് ഇനി ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി തുടരാൻ നിനക്ക് ഒരു യോഗ്യതയില്ലെന്നാണ് എന്റെ അഭിപ്രായം. എന്താ കൃഷ്ണേട്ടന്റെ ഒപ്പീനിയൻ? നീ പറയുന്നതിലൊരു ന്യായമുണ്ട്. ഒരു വില്ലേജ് ഗേളായ കല്യാണി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടും. യെസ് ആനന്ദ്, ഇനി നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി കല്യാണി തുടരണ്ട. അവൾ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനം ഒഴിയുന്നതായി എല്ലാ ഡോക്യുമെന്റ്സിലും സൈൻ ചെയ്ത് വാങ്ങിക്കണം. ഒപ്പം ഉടൻ തന്നെ പുതിയൊരു ബ്രാൻഡ് അംബാസിഡറെ കണ്ടെത്തി അപ്പോയിന്റ് ചെയ്യുകയും വേണം, ഇമ്മീഡിയറ്റ്ലി. ആന്റി, നല്ല ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഗുഡ് ലുക്കുള്ള മോഡൽസ് ഒരുപാടുണ്ട്. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഐ പ്രോമിസ്. അല്ല, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിനക്കുണ്ടല്ലോ. പിന്നെന്തിനാ നമ്മൾ വേറെ സെർച്ച് ചെയ്യുന്നത്? കല്യാണിക്ക് ട്രെയിനിങ് കൊടുത്തത് വരെ നീയല്ലേ. നീ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിൽ കുഴപ്പം വല്ലതുണ്ടോ? ആന്റി, ഞാനോ? യെസ്, നീ തന്നെ. ഞാൻ തീരുമാനമെടുത്തു. ഇന്നു മുതൽ നീയാണ് ആനന്ദ് ഗ്രൂപ്പ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ. ആന്റിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അനന്ത്, പ്രിയങ്കയെ ബ്രാൻഡ് അംബാസിഡറായി അപ്പോയിന്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ഉടൻ സൈൻ ചെയ്ത് വാങ്ങണം. ശരി. അനന്ത്, പ്രിയങ്കയെ ബ്രാൻഡ് അംബാസിഡറായി അപ്പോയിന്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ഉടൻ സൈൻ ചെയ്ത് വാങ്ങണം. ശരി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അങ്കിൾ. വെൽക്കം ടു ദ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. താങ്ക് യു ആന്റി. ഓൾ ദി ബെസ്റ്റ്. അയ്യോ, കലക്കി കൈ കൊടുക്ക്. സൂപ്പർ. താങ്ക്സ് ആന്റി. പ്രിയങ്കേ, ഇപ്പൊ ഈ ബ്രാൻഡ് അംബാസിഡർ പദവി പിടിച്ചെടുത്തതുപോലെ അടുക്കള ജോലിയിൽ നിന്നും അവളെ പുറത്താക്കി നമുക്ക് ഈ വീട്ടിൽ നിന്നും തുരത്തണം. ഉടനെ അതും നടക്കും ആന്റി. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ,
ഈ പ്രിയങ്ക ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് നടത്തിയിരിക്കും. ഇത് അതിന്റെ ഒരു തുടക്കം മാത്രമാ. ജസ്റ്റ് ദ ബിഗിനിങ്. ഇനിയും ചെയ്യാനുണ്ട് കാര്യങ്ങൾ. ചെയ്യും ഞാൻ ഉടനെ. ചേച്ചി, മാഡം ചേച്ചിയെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലേ? വിഷമായോ ചേച്ചിക്ക്? ഏയ്, എനിക്കതിൽ വിഷമമൊന്നുമില്ല അനിയൻകുട്ട. അല്ലെങ്കിലും ഈ ബ്രാൻഡ് അംബാസിഡർ പദവിയൊന്നും എനിക്ക് പറ്റുന്ന പണിയൊന്നുമല്ല. എനിക്ക് അടുക്കളപ്പണി തന്നെയാ എപ്പോഴും ഇഷ്ടം. ആ, പിന്നെ സ്ഥാനം പോയതിലൊന്നും അല്ല എനിക്ക് വിഷമം. എന്നെ കാരണം വലിയൊന്നിന് ഒരുപാട് നഷ്ടം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ചേച്ചി അവര് ഒരുപാട് വഴക്കു പറഞ്ഞോ? എന്താ അവിടെ സംഭവിച്ചത്? വല്യുഞ്ഞ് വഴക്കൊന്നും പറഞ്ഞില്ല. പൈസ നഷ്ടപ്പെട്ടതിനൊന്നും അഖില മാഡത്തിനും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ഇംഗ്ലീഷ് പ്രസംഗം കാണാതെ പഠിച്ച് അവതരിപ്പിക്കാത്തതിന് മാഡം വഴക്കു പറഞ്ഞു. നിന്നെ കൊണ്ട് പാചകം മാത്രമേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അതാ എനിക്ക് വിഷമമായത്. അതിന്റെ സങ്കടം എനിക്കുണ്ട്. ആ, അത് മാഡം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പണ്ടാ ഡെമോ കല്യാണത്തിന്റെ അന്ന് ചേച്ചി മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചതാണല്ലോ. പിന്നെന്താ പ്രശ്നം? ആ, ഇപ്പൊ ഓർത്താ അതൊരു രസമുള്ള കാര്യ. അന്നും കാണാതെ പഠിച്ചതൊക്കെ അപ്പൊ തന്നെ ഞാൻ മറന്നുപോയിരുന്നു. അതാ സത്യം. മറന്നുപോയെന്നോ? അന്ന് പിന്നെ നല്ലതുപോലെ പ്രസംഗിച്ചതോ? ഞങ്ങളെല്ലാം നേരിട്ട് കേട്ടതല്ലേ. അതിലൊരു രഹസ്യമുണ്ട്. അന്ന് ഞാൻ പ്രസംഗിക്കാനാവാതെ സായിപ്പുമാരുടെ മദാമ്മമാരുടെ മുമ്പിൽ നിന്നപ്പോ മനസ്സ് മുഴുവൻ ഏകാഗ്രമാക്കി ഞാൻ വല്യുഞ്ഞിനെ അങ്ങ് ഓർത്തു. അപ്പോ കുഞ്ഞു മുന്നിൽ വന്നു നിന്ന് ഓരോ വാക്കും പറഞ്ഞു തരുന്നത് പോലെ ഓർമ്മ വന്നു. ഞാനങ്ങ് പറഞ്ഞു. അതങ്ങ് ശരിയാവുകയും ചെയ്തു. അതാ ശരിക്കും അന്ന് നടന്നത്. എങ്കിൽ പിന്നെ ഇപ്പോഴും അതേപോലെ അങ്ങ് ഓർത്ത് പറഞ്ഞാ പോരായിരുന്നോ ചേച്ചിക്ക്? ഞാൻ ശ്രമിച്ചു നോക്കിയതാ. പക്ഷേ വല്യുഞ്ഞിന്റെ മുഖം ഓർമ്മയിൽ വന്നതുപോലെ പ്രിയങ്ക മാഡത്തിന്റെ മുഖം ഓർമ്മയിൽ വന്നതേയില്ല. മുഖം പോയിട്ട് രൂപം പോലും ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയതേയില്ല. ഓ, അത് ശരി. അപ്പൊ അതായിരുന്നല്ലേ കുഴപ്പം? മനസ്സിലായി. ഇതേ മറ്റേതാ. പണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചേച്ചിയുടെ മനസ്സിനുള്ളിൽ എന്തോ ഒന്നുമല്ല. അന്ന് വലിയ കുഞ്ഞു പറഞ്ഞപ്പോ എല്ലാം ഓർമ്മയിൽ വന്നു. ഇപ്പൊ പ്രിയങ്ക മേഡം പറഞ്ഞപ്പോ ഒന്നും ഓർമ്മയിൽ വന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തോന്നാ? ചേച്ചിയുടെ മനസ്സിൽ വലിയ കുഞ്ഞ് സ്ഥിരമായിട്ടുണ്ട്. എപ്പോ വേണേൽ വിചാരിച്ചാലും കാണാൻ പറ്റും. പുറിഞ്ചതാ. അനിയൻകുട്ടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയരുതെന്ന്. ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു? എത്ര മാച്ചാലും സത്യം എന്നായാലും പുറത്തു വരും ചേച്ചി. ചേച്ചിയുടെ മനസ്സിലിപ്പോ അറിഞ്ഞോ അറിയാതെ ഒരാളുടെ മുഖേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ചേച്ചി എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പിടി കിട്ടിക്കോളും കാര്യങ്ങള്. ആ, മനസ്സിനുള്ളിൽ എന്തോ ഒരു ഇതില്ലേ? ആന്റി,
പ്രിയങ്കയോ? ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ യു ബിസി? നീ എന്തിനാ മോളെ അനുവാദം ചോദിക്കുന്നേ? നീ എന്റെ മൂത്ത മരുമോളല്ലേ, കേറി വാ. മുഖം ഡള്ളായിരിക്കുന്നല്ലോ മോളെ, എന്തു പറ്റി? എന്തായാലും ആന്റിയോട് പറ. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ, മോള് ചോദിക്കേ. ദേ, നീ എന്റെ ആനന്ദിന്റെ പെണ്ണ, എന്തു ചോദിക്കുന്നതിന് ഒരു മടിയും വേണ്ട. ചോദിക്കേ. എന്റെ കണ്ണുകൾ നല്ലതല്ലേ ആന്റി? അതുകൊള്ളാം. നിന്റെ കണ്ണുകളും ഭംഗിയാ, നീയും സുന്ദരിയാ, പോരെ? എന്താ നീ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ? ഇപ്പൊ എന്തു പറ്റി എന്റെ മരുമോൾക്ക്? ആനന്ദ് എന്തെങ്കിലും പറഞ്ഞോ? അതല്ല ആന്റി. പിന്നെ കമോൺ, മോളെന്തിനാ മടിക്കുന്നത്? എന്തായാലും ആന്റിയോട് പറ. ആന്റി, സത്യമായിട്ടും എന്റെ കണ്ണുകൾക്ക് ഭംഗിയുണ്ടോ? അതോ ഇനി എന്നെ ആന്റി വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഭംഗിയുണ്ടെന്ന് പറഞ്ഞതാണോ? ഹേയ്, കള്ളമല്ല. നിന്റെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മോള് കാര്യം പറ. എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? അത് ഞാൻ ചോദിക്കുന്നുണ്ട്, ആന്റിക്കൊന്നും തോന്നരുത്. കാര്യം പറ മോളെ. അത് ആന്റി, ഞാൻ ബ്രാൻഡ് അംബാസിഡറായി ഇരിക്കുമ്പോ ലോഗോയിൽ എന്റെ കണ്ണുകൾ വയ്ക്കുന്നതല്ലേ നല്ലത്? ബ്രാൻഡ് അംബാസിഡറായിട്ട് ഞാനും ലോഗോയിൽ വേറെ ആരുടെയോ കണ്ണുകളും. എനിക്കെന്തോ ഒരു വിഷമം പോലെ. രണ്ടും ഒന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിലൊരാഗ്രഹം തോന്നി. അതാ ഞാൻ ആന്റിയോട് പറഞ്ഞത്. തെറ്റാണെങ്കിൽ ആന്റി എന്നോട് ക്ഷമിച്ചേക്ക്. ഏയ്, നീ പറഞ്ഞതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ശരി, ഞാൻ ഇപ്പൊ തന്നെ ആനന്ദിനോട് പറഞ്ഞു ലോഗോ ഡിസൈനിൽ നിന്റെ കണ്ണുകളാക്കാനുള്ള ഏർപ്പാട് ചെയ്യാം, പോരെ? സന്തോഷമായി ആന്റി, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ്. ചായ. ആ ആനന്ദ് സർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എല്ലാം റെഡിയല്ലേ? ആ, റെഡിയാണ് സർ. ആ രാജീവേ, ജയന്തിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല മാഡം, ഓഫീസ് കയറിയായിട്ട് വന്നല്ലേ, ജയന്തിയെ കൂട്ടിയില്ല. ആ ഗുഡ് മോർണിംഗ് മാഡം. ആനന്ദേ, അമ്മേ, നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലോഗോയിലെ കണ്ണുകളില്ലേ, അത് റീപ്ലേസ് ചെയ്തിട്ട് അതിനു പകരം പ്രിയങ്കയുടെ കണ്ണുകൾ വെക്കണം. അല്ല, അത് അങ്ങനൊരു ഡിസിഷൻ വേണോ അമ്മേ? അതെന്താ, പ്രിയങ്കയുടെ കണ്ണുകൾ കാണാൻ കൊള്ളില്ലേ? ഏയ്, അതൊന്നുമല്ല. പ്രിയങ്കയുടെ കണ്ണുകളൊക്കെ കാണാൻ നല്ലതാ. പക്ഷേ പിന്നെന്താ പക്ഷേ? വേറെ ആരുടെയോ കണ്ണുകൾ ലോഗോയിൽ വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ബ്രാൻഡ് അംബാസിഡറായ പ്രിയങ്കയുടെ കണ്ണുകൾ തന്നെ വെക്കുന്നതല്ലേ? എന്താ ആനന്ദേ, ഇതിനെന്താ എത്ര ആലോചിക്കാൻ? ശരിയമ്മേ,
ഞാൻ മാറ്റിയേക്കാം. ഓക്കെ ഗുഡ്. സർ, സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ കമ്പനിയുടെ പബ്ലിസിറ്റി ഡിസൈൻ എന്നുള്ള നിലയിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ രാജീവ്. സർ, ഇപ്പോൾ ഈ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് കല്യാണിയെ മാറ്റുന്നതും ലോഗോയിലെ കണ്ണുകൾ മാറ്റി പ്രിയങ്ക മാഡത്തിന്റെ കണ്ണുകൾ വയ്ക്കുന്നതും രണ്ടും അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് ഇത്ര വേഗം സാധാരണക്കാരുടെ ഇടയിൽ റീച്ച് ആയതിനും അവരത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിനും ഒരൊറ്റ കാരണം കല്യാണിയാണ്. രാജീവേ, നീ ഇപ്പൊ ഇവിടെ വന്നത് ഫോട്ടോ എടുക്കാനല്ലേ? അപ്പൊ പിന്നെ ആ പണി ചെയ്തിട്ട് പോ. അതല്ല മാഡം, എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വമല്ലേ? കല്യാണിയുടെ അപ്പിയറൻസിൽ തികച്ചും ഒരു ശാലീന ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് സാധാരണ കസ്റ്റമേഴ്സിന് കല്യാണിയെ അവരിൽ ഒരാളായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് പരസ്യത്തിൽ കല്യാണി പറഞ്ഞതൊക്കെ അവർ വിശ്വസിച്ചതും പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പൊ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് കല്യാണിയുടെ ഫോട്ടോ മാറ്റി പ്രിയങ്ക മാഡത്തിന്റെ ഫോട്ടോ വെച്ചാൽ നമ്മുടെ സെയിൽസ് കുറയും, അതോടെ ബിസിനസ് ഡൗൺ ആവും. അതാണ് എന്റെ ശക്തമായ തോന്നൽ. എന്നുവെച്ച് പ്രിയങ്ക മാഡം ബ്രാൻഡ് അംബാസഡർ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആവാം, പക്ഷെ ഇപ്പോഴത്തെ ഈ തീരുമാനം ശരിയായ സമയത്താണോ എന്നാണ് എന്റെ സംശയം. Shut up! Stupid. വായിൽ തോന്നൊക്കെ വിളിച്ചു കൂവുന്നോ? ഐ വിൽ കിൽ യു. ഞാൻ ആരാണെന്ന് വിചാരിച്ചു നീ? അറിയില്ല നിനക്കെന്നെ. പ്രിയങ്ക, സോറി ആന്റി, ഞാൻ അല്പം ഇമോഷണൽ ആയിപ്പോയി. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. നിന്നെ ഇവിടെ വരാൻ പറഞ്ഞത് ഫോട്ടോ എടുക്കാനാ, അല്ലാതെ ഫിലോസഫി ക്ലാസ് എടുക്കാനല്ല. നീ വെറും ശമ്പളക്കാരനാ ഇവിടെ. പറയുമ്പോ പറയുന്ന ജോലി ചെയ്യാ, അല്ലാതെ എന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ വരരുത്. മനസ്സിലായോ? സോറി മാഡം, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. എന്തഭിപ്രായം? കല്യാണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രോഡക്റ്റ് മുഴുവൻ സെയിലാകുന്നതെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയല്ല മാഡം, ഞാൻ ആർത്ഥത്തിൽ പറഞ്ഞതൊന്നുമല്ല. കല്യാണിയെ കാണുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരിയുടെ ലുക്കുള്ളതുകൊണ്ട് പ്രോഡക്റ്റിന് നല്ല റീച്ച് കിട്ടുമെന്ന്. മാത്രമല്ല, ആ ലോഗോയിലെ കണ്ണുകൾക്ക് ആരെയും ആകർഷിക്കാനുള്ള ഒരു മാജിക്കൽ പവറുണ്ട്. അതുമാത്രമല്ല, ആ ലോഗോയിലെ കണ്ണുകൾക്ക് ആരെയും ആകർഷിക്കാനുള്ള ഒരു മാജിക്കൽ പവറുണ്ട്. അതുമാത്രമല്ല, ആ ലോഗോയിലെ കണ്ണുകൾ അയ്യോ എന്റെ ദേവി, ഇവൻ ഇനി കണ്ണുകൾ കല്യാണിയുടേതാണെന്ന് പറയൂ. ഹോ, എങ്കിൽ ഇവനെ ഞാൻ... പറയൂ രാജീവ്, ആ കണ്ണുകളെ കുറിച്ച് എന്താ പറയാൻ വന്നത്? അത് അത് ആ കണ്ണുകള്... രാജീവേ, നീ എന്താ ഈ പറയാൻ പോന്നെ? ദേ നോക്ക്, ചേച്ചിയുടെ കാല് പിടിച്ച ഞാൻ നിനക്ക് രണ്ടാമത് ജോലി വാങ്ങിച്ചു തന്നേന്ന് ഓർമ്മ വേണം. അതെ, ബിസിനസ്സിൽ ചേച്ചിക്കും ആനന്ദിനും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് നീ പുതുതായിട്ടൊന്നും അവരെ പഠിപ്പിക്കാൻ നിക്കണ്ട. നീ വരിക, ഫോട്ടോ എടുക്കുക, പോവുക, അത് മതി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാജീവ്,
മാഡം ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ വാണിംഗ്. ഓർമ്മ വേണം. ശരി മാഡം. കല്യാണി, മാഡം ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇടാനുള്ള ആഭരണങ്ങളൊക്കെ പ്രിയങ്കയെ അണിയിച്ചു കൊണ്ടുവരണം ഇപ്പൊ തന്നെ. ശരി മാഡം. പ്രിയങ്ക, ഗോ ആൻഡ് ഗെറ്റ് റെഡി മോളെ. ഓക്കെ ആൻറ്റി.